ദൈവനാമം മഹത്വപ്പെടട്ടെ. അതിമനോഹരമായ രണ്ട് വാക്കുകളുണ്ട്: നീഡ് ആൻഡ് ഗ്രീഡ്. ആവശ്യം, അത്യാഗ്രഹം. ഈ നാളുകളിൽ ആവശ്യത്തെക്കാളേറെ അത്യാഗ്രഹം കൂടി വരുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ താളുകളിൽ വിശുദ്ധ ലൂക്കോസ് ശ്ലീഹ 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്: അത്യാഗ്രഹത്തെ സൂക്ഷിച്ചു കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ആവശ്യത്തിലേറെ എന്തിനൊക്കെ പിന്നാലെ നമുക്ക് അത്യാഗ്രഹങ്ങൾ, സമ്പത്തിൻ്റെ, ചില സുഖലോലുപതകളുടെ, ചില ആസക്തികളുടെ, ഇനി അത്യാഗ്രഹം ഏറെ വരുമ്പോൾ അരിമനാഥൻ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചനമുണ്ട്: മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ പിന്നെ എന്താണുള്ളത്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു ജീവിത സംസ്കാര ശൈലി ഇന്ന് വളർന്നു വരുമ്പോൾ നമ്മൾ ഓർക്കണം, സ്വർഗത്തിൽ എന്ത് നിക്ഷേപമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിക്കുകയാണ്: കള്ളൻ എടുക്കാത്ത, പുഴുവരിക്കാത്ത ഒരു നിക്ഷേപം. ഈ ഭൂമിയിലുള്ള നിക്ഷേപമൊക്കെ ഇന്ന് നമുക്ക് ആനന്ദമൊക്കെ നൽകുന്നതാണ്. പക്ഷെ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണം കേട്ടോ. സ്വർഗത്തിലെ നിക്ഷേപം മറന്നിട്ട് ഭൂമിയിലെ നിക്ഷേപം ഉണ്ടാക്കുന്നവരെ അരിമനാഥൻ ഇന്നും വിളിക്കുന്നുണ്ട് മൂഢ എന്ന്. മൂഢരാകരുതേ, ദൈവത്തെ പിന്തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.